ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവർ, യേശുക്രിസ്തുവിന്റെ തിരുനാമത്തിൽ സ്നേഹവന്ദനം. ശുദ്ധമുള്ള എൽദോ നോമ്പിനോട് ചേർന്ന വ്രതാനുഷ്ഠാനങ്ങളിലായിരിക്കുന്ന നാം അല്പസമയത്തെ ചിന്തയ്ക്കായി ശുദ്ധമുള്ള ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ സ്വർഗീയ സൈന്യം ദൂതനോട് ചേർന്ന് ദൈവത്തെ വാഴ്ത്തിയത് ഇപ്രകാരമാണല്ലോ: അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്നോ. ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്കാണ് സമാധാനം എന്നുള്ളത് കൊണ്ട് ദൈവത്തിന്റെ പ്രസാദം നമുക്ക് ഉണ്ടാകുമ്പോഴാണ് ദൈവസമാധാനവും നമുക്ക് ലഭിക്കുകയുള്ളൂ. തിരുവചനത്തിൽ ദൈവപ്രസാദം ലഭിച്ച ചില മനുഷ്യരെ നമുക്കൊന്ന് പരിചയപ്പെടാം. സംഖ്യാപുസ്തകം 14:24 ദൈവം തന്റെ ദാസനായ കാലേബിന് നമുക്കൊന്ന് പരിചയപ്പെടുത്തുന്നു. എൻ്റെ ദാസനായ കാലേബിന് വേറൊരു സ്വഭാവമുള്ളതുകൊണ്ടും എന്നെ പൂർണ്ണമായി അനുസരിച്ചതുകൊണ്ടും അവൻ പോയിരുന്ന ദേശത്തേക്ക് ഞാൻ അവനെ എത്തിക്കും, അവന്റെ സന്തതി അത് കൈവശമാക്കുമെന്നാണ്. കാലേബിനെ കുറിച്ച് ദൈവം ഇപ്രകാരം പറയുവാൻ അദ്ദേഹത്തിന്റെ സ്വഭാവ വിശേഷതയാണ്: കനാനിലെ മല്ലന്മാരെ കണ്ട് ഭയപ്പെടാതെ ആ ദേശത്തെ സമൃദ്ധി കണ്ടിട്ട് അത് നമുക്ക് ലഭിക്കുവാൻ യഹോവയുടെ പ്രസാദം മാത്രം മതി. ആയതിനാൽ യഹോവയോട് മറുതലിക്കാതെ അല്ലെങ്കിൽ മത്സരിക്കാതെ നാം നിൽക്കണമെന്നാണ് സംഖ്യാപുസ്തകം 14:8. ഈ നോമ്പിന്റെ കാലയളവിൽ ദൈവപ്രസാദം ലഭിക്കുവാൻ ഒരു സാക്ഷ്യമുള്ള ജീവിതവും ദൈവേഷ്ടപ്രകാരമുള്ള ഒരു സ്വഭാവം നമ്മിൽ ഉണ്ടായിരിക്കണം. എബ്രായ ലേഖനം 11:5 പൗലോസ്ലീഹ എപ്പോഴും പറയുന്നു, വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു എന്നാണ്. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചതിനാലാണ് ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ടത്. എങ്ങനെയാണ് ആനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചതോ? ഉൽപ്പത്തി പുസ്തകം 5:24 പറയുന്നു, ആനോക്ക് 300 സംവത്സരം ദൈവത്തോട് കൂടെ നടന്നു എന്നതാണ്. നാം എല്ലാവരും ഈ അല്പകാല ജീവിതത്തിനുള്ളിൽ ദൈവത്തോട് കൂടെ നടന്നു ദൈവ പ്രസാദം ലഭിക്കുവാൻ ദൈവേഷ്ടപ്രകാരം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കണം. നീതിമാനായ ഇയ്യോബ്, ആ മനുഷ്യനെ കുറിച്ച് ദൈവം സാക്ഷിക്കുന്നത് ഇപ്രകാരമാണ്: ഇയ്യോബിന്റെ പുസ്തകം 2-ാം അധ്യായം 3-ാം തിരുവചനം. യഹോവ സാത്താനോട്, നീ എൻ്റെ ദാസനായ ഇയ്യോബിന്മേൽ ദൃഷ്ടി വെച്ചുവോ? അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരും ഇല്ലല്ലോ എന്നാണ്. ഇയ്യോബിന്റെ ജീവിതം സാക്ഷ്യമുള്ളതായി തീർന്നതിനാലാണ് ആ മനുഷ്യൻ നീതിമാനെന്ന് വിളിക്കപ്പെട്ടത്. യോബിന്റെ 42-ാം അധ്യായം 5-6 വാക്യം വായിച്ചാൽ ഇപ്രകാരം കാണുന്നു: ദൈവമേ, ഞാൻ നിന്നെ കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എൻ്റെ കണ്ണാൽ കാണുന്നു എന്നാണ്. യോബ് തന്നെ വെറുത്തോ പൊടിയും ചാരത്തിലും കിടന്ന് അനുദപിച്ചു എന്നാണ്. ഈ ഞാനെന്ന സ്വഭാവത്തെ ഇയ്യോബ് ഇല്ലാതാക്കി ദൈവത്തോട് എല്ലാവിധ സ്വഭാവത്തിലും ചേർന്ന് ദൈവത്തോട് ചേരുകയാണ്.
ആയതിനാലാണ് ദൈവപ്രസാദം ലഭിച്ചതോ. മാത്രമല്ല, ഈ ഭൂമുഖത്ത് 140 വർഷം ജീവിക്കുകയും അവൻ്റെ മക്കളെയും മക്കളുടെ മക്കളെയും 4 തലമുറ വരെയും കണ്ട് വൃദ്ധൻ കാലസമ്പൂർണനുമായി മരിച്ചു എന്നാണ് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, പാപത്തിൽ അകപ്പെട്ട് നശിച്ചു പോയിരുന്ന മാനവകുലത്തെ പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ ഒരു മനുഷ്യ സ്ത്രീയിൽ ഉരുവാകുകയും ഹീനമായ ഉൾത്തൊഴുത്തിൽ ജനിക്കുകയും മനുഷ്യരുടെ കൂടെ സഹവസിക്കുകയും തൻ്റെ പ്രാണനെ നമുക്ക് വേണ്ടി പ്രാണത്യാഗം ചെയ്യും. ഈ കരിക്കട്ടയായിരുന്ന നമ്മെ തീക്കട്ടയാക്കി തീർക്കുവാനാണ് എന്ന് മറന്നുപോകരുത്. വലിയവനായിരുന്ന ശൗലിനെ ചെറിയവനായ പൗലോസാക്കിയതോ കർത്താവാണെന്ന് നാം മറക്കരുത്. വലതുവശത്തെ കള്ളന് പറുദീസ കൊടുത്തതും മശിഹയാണ് എന്ന് നാം മറന്നു പോകരുത്. പാപിനിയായ സ്ത്രീയെ കർത്താവിൻ്റെ ഉത്ഥാന നാളിൽ തൻ്റെ സ്വരൂപത്തെ ദർശിക്കുവാൻ കൃപ കൊടുത്തതും നമ്മുടെ കർത്താവാണ്. അന്ന് അമ്മയെ സ്നേഹിക്കുന്ന ആ കർത്താവിൻ്റെ കൂടെ നടക്കുവാനും കാലേബിനെ പോലെ വേറൊരു സ്വഭാവമുള്ളവരും ഹാനോക്കിനെ പോലെ ദൈവത്തോട് കൂടെ നടക്കുവാനും ഇയ്യോബിനെ പോലെ വിശുദ്ധിയുള്ളവനും ദൈവത്തെ പ്രസാദിപ്പിക്കുവാനും നമുക്ക് കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ ദൈവസമാധാനം നമുക്ക് പ്രാപിക്കാൻ കഴിയും. അപ്രകാരം എല്ലാവരും ആയിരിക്കാൻ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചു. നാം എല്ലാവരുടെയും ഹൃദയത്തിൽ യേശു കുഞ്ഞ് ജനിക്കുകയും ചെയ്യട്ടെ എന്ന് ആശംസിച്ച് നിർത്തുന്നു. ഹാപ്പി ക്രിസ്മസ്.